ഉച്ചയ്ക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇന്ന് ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഗരം മസാലയും പിന്നെ അല്പം വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സവാള വളരെ നേർത്തതായി കട്ട് ചെയ്തത് ചേർത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ ഈ കാണുന്നത് പോലെ. ഇനി ഒരു കുക്കറിലേക്ക് നേരത്തെ നമ്മൾ സവാള വഴറ്റിയിട്ടില്ലേ, ആ എണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് 1-2 സവാള നേർത്തതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് കുറച്ച് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് പിന്നീട് ഒരു തക്കാളി നല്ല ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും പിന്നെ അല്പം ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. എല്ലാം നന്നായിട്ട് കുക്കാവണം കേട്ടോ. സവാള ഒക്കെ നന്നായിട്ട് കുക്കാവണം. അതെല്ലാം കുക്കായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയെല്ലാം പിന്നീട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. 2 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അത് വറ്റിച്ചെടുത്തു. ഇനി മറ്റൊരു കുക്കർ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയ ശേഷം ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന തോതിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരമണിക്കൂർ കുതിർത്തിയ അരി ഇട്ട് കൊടുത്ത് 2 വിസിലിന് ശേഷം തുറന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്.